വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അടിക്കുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കിസ്മിസൊക്കെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ കുറച്ച് നെയ്യ് അവിടെ ബാക്കിയുണ്ട്. ആ ഒരു നെയ്യിലാണ് ഇനി 1 കപ്പ് സേമിയ വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ നേർത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാം. റോസ്റ്റഡ് ആയ സേമിയ ആണെങ്കിലും നെയ്യിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് തന്നെ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു അര കപ്പോളം പാല് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദാ ഇത്രയും പാലാണ് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ദാ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നേർത്ത സേമിയാണ്, അതുപോലെ തന്നെ സേമിയ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പായസം കസ്റ്റേർഡ് ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ സേമിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ പാലിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിന് പാകത്തിന് ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് മധുരമൊന്നും കാണില്ല, ഒരു മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. മധുരം കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും കസ്റ്റേർഡൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. വേറെ ഫ്ലേവറിനായിട്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല. ആ ഒരു കസ്റ്റേർഡ് പൗഡറിൽ വാനില ഫ്ലേവറാണ്. അതുകൊണ്ട് ആ ഒരു ഫ്ലേവറിലാണ് ഈ ഒരു പായസം ഉണ്ടാകുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുത്താലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അതിന് ചൂടാറി വരുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാലോ അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളമോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല പാകത്തിന് നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രീമി ടെക്സ്ചറിലുള്ള കസ്റ്റേർഡ് സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.